വളർത്തി അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു. അവൻ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മക്കൾ രണ്ടും എൻ്റെത് തന്നെയാണ്. പക്ഷെ അവനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റില്ല. മക്കൾ മാത്രമല്ല, എന്നെ പ്രസവിച്ച് വലുതാക്കി ഉമ്മ വന്നു, എൻ്റെ ജ്യേഷ്ഠ. അഫാൻ്റെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസിൻ്റെ അടുത്തൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ഇളയ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ വന്ന് കസേരയിൽ ഇരിക്കുമായിരുന്നു. പെട്ടെന്നുണ്ടെങ്കിൽ അഫാൻ പിറകിൽ കൂടെ വന്നിട്ട് അമ്മയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാളെടുത്ത് കഴുത്തിൽ മൊത്തം മുറുക്കുമായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ എനിക്ക് ബോധം വരുമ്പോഴത്തേന് പോലീസ് ജനാലയൊക്കെ പൊളിക്കുന്ന സൗണ്ടാണ് ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ എന്ന് പറയുന്നു. ഇത് ഭയങ്കരമായിട്ട് അഫാനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഷെമി ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്കിനി അങ്ങനെ ഒരു മോനില്ല, എൻ്റെ ഇളയ മോനെ കൊന്നതിനോട് അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അഫാനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രയും കടം വന്നതിനെ കുറിച്ച് കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഇവനുണ്ടെങ്കിൽ തൻ്റെ ഫോണിൽ നിന്നും ആപ്പൊക്കെ ഉണ്ട്, അതിൽ കൂടെ ഇഷ്ടക്കണക്കിന് പൈസയൊക്കെ ലോണായിട്ട് എടുക്കുമായിരുന്നു, അതിൻ്റെ കടവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കാമുകിയുടെ സ്വർണ്ണമൊക്കെ വിറ്റു, അങ്ങനെ കുറേയധികം പണമൊക്കെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം കടങ്ങളും കാര്യങ്ങൾ അഫാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതെല്ലാം ഈ ഒരു പൈസ എല്ലാം അവൻ യൂസ് ചെയ്യുന്നത് അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അവൻ മാക്സിമം എല്ലായിടത്തുനിന്ന് കടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രയും കടവും പൈസയുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നതെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഉമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലൊക്കെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യം, ഇത്രയൊക്കെ അറിയാവുന്ന ഉമ്മ എന്തുകൊണ്ട് അവനെ തടുത്തില്ല? സാധാരണ ഒരു മോൻ ഇത് കണക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, ഇത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൽ പോകുമെന്ന് അറിയുന്ന ഒരു ഉമ്മ എന്ത് ചെയ്യും? അങ്ങനെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അത് പ്രശ്നമാവുമെന്ന് മോനെ പറഞ്ഞ് തിരുത്താനാണ് നോക്കേണ്ടത്. അതൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഷെമിയുടെ നേരെയൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളും വരാനുള്ളത്. അതും എല്ലാവരും ഇനി പറയുന്നൊരു കാര്യം, അതായത് ചിന്തിക്കുന്ന ഒരു കാര്യം, ഷെമി ഇതിൽ നിന്ന് ഇതേ കണക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഷെമിക്കും കൂടെ വേണ്ടിയാണ് എടുത്തിരുന്നത്, അവർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്തതെന്നുള്ള കാര്യം വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരിച്ചുപോയ അങ്കിളും ആൻറ്റിയൊക്കെ അവരെ ഈ അഫാൻ അതുപോലെ തന്നെ അഫാൻ്റെ ഉമ്മയായിട്ടുള്ള ഷെമിയൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുമെന്നാണ് കേട്ടത്. ഇങ്ങനത്തെ അടിച്ചു പൊളിച്ച് ഭയങ്കരമായിട്ട് പൈസയൊക്കെ ചിലവാക്കാതിരിക്കുക, നിങ്ങൾ സേവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കത്തില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു അവരോടൊക്കെ ദേഷ്യം അഫാനുണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഉമ്മ ഷെമി ഇതുപോലെ തന്നെ ആഡംബരമായിട്ടൊക്കെ ജീവിക്കുക, അതിനുവേണ്ടി കടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉമ്മ കാരണമാണ് ഈ മകനൊക്കെ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഒരിക്കലും ആവത്തില്ല. നമുക്ക് ചിന്തിച്ച് നോക്കാം, ഇപ്പം ഉമ്മ തന്നെ പറയുന്നത് അവൻ ഇതേ കണക്ക് കടവും കാര്യങ്ങളൊക്കെ വാങ്ങുമെന്ന് അറിയാവുന്ന ഒരു കാര്യം. അങ്ങനെ അറിയാവുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ കണക്കൊന്നും വാങ്ങാൻ നിൽക്കരുത്. അതൊക്കെ നീ ഇങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിലേക്കാണ് പോകുമെന്ന് പറഞ്ഞ് തിരുത്താനുള്ള ഒരു ഉമ്മ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേനും അതിലൊക്കെ എന്തോ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. എന്നാലും പോലീസ് ഫുള്ളായിട്ട് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഷെമി ഇതേ കണക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇനി അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഇനി ഇതിനെക്കുറിച്ച് അഫാനെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ അത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ന്യൂസും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അതാകുമ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, ബൈ.